കേരളം ലജ്ജിച്ച് തലതാർത്തിയ ഒരു സംഭവമാണത്. കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികമാർ 3 പേര് MDMA വിൽക്കുന്നവരായി മാറി. നമ്മൾ ആലോചിക്കുക, മരണത്തിൻ്റെ വ്യാപാരികളായി ഈ അധ്യാപകർ മാറുന്നു. നമുക്ക് ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? കുട്ടികൾക്ക് വഴി പറഞ്ഞു കൊടുക്കേണ്ട, കുട്ടികളെ നേരായ മാർഗത്തിലൂടെ നയിക്കേണ്ട അധ്യാപകരാണ് ഇത് ചെയ്തത് എന്നുള്ളത് ഗുരുതരമായ കാര്യമല്ലേ? തീർച്ചയായിട്ടും അവരുടെ പേരിൽ കേസെടുക്കും, അവരുടെ പ്രോപ്പർട്ടികൾ കണ്ടെത്തും, ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും. ഇനി ഇതിൽ കൂടുതൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന് അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള പരിശോധനയും മറ്റ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിൻ്റെ അന്വേഷണം ഞങ്ങൾ പരിപൂർണമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിജിലൻസ് ഡയറക്ടറുടെ ഫയൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവും എന്തിനാണെന്ന് എനിക്ക് പറയാം. അത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് അവർ ചെയ്തതാണ് കഴിഞ്ഞ ഗവൺമെൻറ്. വിജിലൻസിന് പരാതി കൊടുത്തിട്ട് വിജിലൻസിൽ ആംഗിൾ ഇല്ലെന്ന് കഴിഞ്ഞ ഡയറക്ടറും ഈ ഡയറക്ടറും എഴുതുമ്പം പിന്നെ എന്ത് വിജിലൻസ് അന്വേഷിക്കാനാണ്? എനിക്കത് മനസ്സിലാവാത്ത കാര്യമാണ്. അപ്പോൾ അത് തികഞ്ഞും കഴിഞ്ഞ ഗവൺമെൻറ് രാഷ്ട്രീയ പ്രേരിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു കേസാണ്. 2 ഡയറക്ടർമാർ, കഴിഞ്ഞ സർക്കാരിലെ ഡയറക്ടർ ഇവിടെയും ഈ കേസിനകത്ത് VD സതീശനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല എന്ന് വളരെ വ്യക്തമായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനി ഈ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള തീരുമാനമാണ് വിജിലൻസ് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ എടുത്തത്. അത് ഡയറക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ളത്.